എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്ഥാപനങ്ങളിലൂടെ ജനാധിപത്യം വികസിക്കുന്നു എന്നാണ്. എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ജനാധിപത്യം എന്നു പറഞ്ഞാൽ വെറുമൊരു ഭരണസംവിധാനം മാത്രമല്ല കേട്ടോ. പൗരന്മാരുടെ വിവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി അവർക്ക് അന്തസ്സുള്ള ഒരു ജീവിതം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം കൂടിയാണത്. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിനും അതിന്റെ വളർച്ചയ്ക്കുമായി ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തന്നെ പറയുന്നത് ഓർമ്മയില്ലേ? ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? വെറുതെ ഭരണഘടനയിൽ എഴുതിവെച്ചാൽ മതിയോ? പോരാ. അതിനാണ് നമുക്ക് വിവിധ സ്ഥാപനങ്ങൾ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. ഈ സ്ഥാപനങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നിയമനിർമ്മാണത്തിലൂടെ രൂപീകരിച്ച സ്ഥാപനങ്ങൾ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിച്ച സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനയാണ് ഇവയുടെ അധികാരത്തിന്റെ ഉറവിടം. ഇവയുടെ ഘടനയിലോ അധികാരത്തിലോ മാറ്റം വരുത്തണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി തന്നെ വേണം. എന്നാൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിലൂടെ രൂപീകരിച്ചവയാണ് രണ്ടാമത്തെ വിഭാഗം. ആവശ്യമെങ്കിൽ ഇവയ്ക്കും പിന്നീട് ഭരണഘടനാ പദവി നൽകാൻ സാധിക്കും. ഈ സ്ഥാപനങ്ങളെല്ലാം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ വിഭാഗങ്ങളെ കൂടി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തവും അർത്ഥവത്തുമാകുന്നു. അപ്പോൾ നമുക്ക് ഈ സ്ഥാപനങ്ങളെ ഓരോന്നായി പരിചയപ്പെട്ടാലോ? അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കാം. ഏതാണത്? അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ സ്വതന്ത്രമായൊരു സംവിധാനം അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഈ സുപ്രധാന ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. 1950 ജാനുവരി 25-നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ജാനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേയായി ആചരിക്കുന്നു. ഭരണഘടനയുടെ 324-ാം അനുച്ഛേദ പ്രകാരമാണ് ഇത് രൂപീകരിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരുമുണ്ട്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അവരുടെ ഔദ്യോഗിക കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അത്ര എളുപ്പത്തിൽ സ്ഥാനത്തുനിന്ന് നീക്കാൻ പറ്റില്ല. പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ മാത്രമേ അത് സാധിക്കൂ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കാനും കള്ളവോട്ട് പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയാനുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ (ഇവിഎം). നമ്മുടെ കേരളത്തിലാണ് ആദ്യമായി ഇവിഎം പരീക്ഷിച്ചത്. 1982-ൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ. 2004-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇവിഎം ഉപയോഗിച്ചു. ഇപ്പോൾ സുതാര്യത ഒന്നുകൂടി ഉറപ്പാക്കാൻ വിവിപിഎടി അഥവാ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്ന സംവിധാനവുമുണ്ട്. നമ്മൾ വോട്ട് ചെയ്തത് ശരിയായ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ എന്നൊരു പേപ്പർ സ്ലിപ്പിലൂടെ നമുക്ക് ഉറപ്പുവരുത്താം. അപ്പോൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന പ്രവർത്തനങ്ങൾ? 1. വോട്ടർ പട്ടിക തയ്യാറാക്കുകയും തിരിച്ചറിയൽ കാർഡ് നൽകുകയും ചെയ്യുക. 2. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. 3. പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. 4. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുകയും അവർക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുക. 5. തെരഞ്ഞെടുപ്പ് തീയതികൾ തീരുമാനിക്കുക, വോട്ടെണ്ണൽ നടത്തുക, ഫലം പ്രഖ്യാപിക്കുക, തർക്കങ്ങൾ പരിഹരിക്കുക. 6. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ പരിശോധിച്ച് നടപടിയെടുക്കുക. ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കമ്മീഷനെ സഹായിക്കാൻ വ്യക്തമായ നിയമങ്ങളുണ്ട്. 1950-ലെയും 1951-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങളാണവ. മണ്ഡലങ്ങൾ നിർണയിക്കുക, അതിർത്തികൾ നിശ്ചയിക്കുക,
വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നിവയെല്ലാം 1950-ലെ നിയമത്തിൽ പറയുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്ങനെ, സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും, തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ, തർക്കങ്ങൾ പരിഹരിക്കുന്നതെങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ 1951-ലെ നിയമത്തിലാണ് വിശദീകരിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുമുണ്ട്. 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് ഇവ നിലവിൽ വന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് വ്യക്തമായല്ലോ. ഇനി നമുക്ക് അടുത്ത സ്ഥാപനത്തിലേക്ക് പോകാം. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു സ്ഥാപനമുണ്ട്. അതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അഥവാ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്താണ് മനുഷ്യാവകാശങ്ങൾ? ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയ്ക്കുള്ള അവകാശങ്ങളാണിവ. പലപ്പോഴും നമുക്ക് ചുറ്റും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കാറുണ്ട്. കുട്ടികൾക്കെതിരായ വിവേചനം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ഇത്തരം ലംഘനങ്ങൾ തടയുന്നതിനും പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് 1993-ൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത്. ഈ നിയമപ്രകാരമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മനുഷ്യാവകാശ കമ്മീഷനുകളെ സ്ഥാപിച്ചത്. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം. വിരമിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കും കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ 10 നമ്മൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ഇനി കമ്മീഷന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക. 2. അത്തരം വിഷയങ്ങളിലുള്ള കോടതി നടപടികളിൽ കക്ഷി ചേരുക. 3. ജയിലുകളും പുനരധിവാസ കേന്ദ്രങ്ങളും സന്ദർശിച്ചു പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുക. 4. മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. 5. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ വിശകലനം ചെയ്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുക. 6. സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. ദേശീയ കമ്മീഷൻ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുമുണ്ട്. 1998 ഡിസംബർ 11-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. ഗവർണറാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. ജനാധിപത്യത്തിൽ ഓരോ പൗരനും അവന്റെ അവകാശങ്ങൾ അന്തസ്സോടെ ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് അത് പൂർണ്ണവും അർത്ഥവത്തുമാകുന്നത്. ഇനി നമ്മൾ സമൂഹത്തിലെ പകുതി വരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സ്ഥാപനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും കമ്മീഷനിലുണ്ട്. അവരുടെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. സ്ത്രീകളുടെ സംരക്ഷണം, സമത്വം, അവകാശങ്ങൾ എന്നിവയ്ക്കായി വിപുലമായ അധികാരങ്ങൾ കമ്മീഷനുണ്ട്. എല്ലാ വർഷവും മാർച്ച് 8 നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നു. എന്തൊക്കെയാണ് വനിതാ കമ്മീഷന്റെ പ്രധാന പ്രവർത്തനങ്ങൾ? 1. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. 2. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പുതിയ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. 3. ലിംഗനീതി ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. 4. സ്ത്രീകൾ നേരിടുന്ന അസമത്വവും വിവേചനവും ഇല്ലാതാക്കാൻ നിർദ്ദേശങ്ങൾ നൽകുക. 5. സ്ത്രീകളെ സംബന്ധിക്കുന്ന നയപരമായ കാര്യങ്ങളിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളുണ്ട്. 1961-ലെ സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അതിലൊന്നാണ്. വിവാഹത്തോടനുബന്ധിച്ച് പണമോ സ്വർണമോ മറ്റു സ്വത്തുക്കളോ കൈമാറുന്നതാണ് സ്ത്രീധനം. ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ നിയമപ്രകാരം കുറ്റകരമാണ്. മറ്റൊരു പ്രധാന നിയമമാണ് 2005-ലെ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. വിവാഹ പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഉള്ള എല്ലാത്തരം പീഡനങ്ങളിൽ നിന്നും ഈ നിയമം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നു. ദേശീയ കമ്മീഷൻ പോലെ കേരളത്തിലും സംസ്ഥാന വനിതാ കമ്മീഷനുണ്ട്.
1996 മാർച്ച് 14-നാണ് ഇത് നിലവിൽ വന്നത്. കവയിത്രി സുഗതകുമാരിയായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ. ലിംഗനീതി ഉറപ്പാക്കുന്നതിലൂടെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങളെ, മൈനോറിറ്റീസിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കമ്മീഷനുകളെക്കുറിച്ചാണ്. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് 1993-ൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് രൂപീകരിച്ചത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, നിയമനിർമ്മാണത്തിലൂടെ രൂപീകരിച്ച സ്ഥാപനമാണ്. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസനം വിലയിരുത്തുക, അവരുടെ അവകാശലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുക, സംരക്ഷണത്തിനായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നിവയെല്ലാമാണ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. കേരളത്തിലും 2013-ൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നു. അടുത്തത് നമ്മുടെ സമൂഹത്തിൽ ചരിത്രപരമായ വിവേചനവും ചൂഷണവും നേരിടേണ്ടി വന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ചാണ്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായാണ് 2004-ൽ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിച്ചത്. ഈ രണ്ട് കമ്മീഷനുകളും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇവർക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ 1989-ൽ പട്ടികജാതി അഥവാ പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം പാസാക്കിയിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക, അവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വളർച്ചയ്ക്കുമായുള്ള ശ്രമങ്ങളെ ഏകോപിപ്പിക്കുക എന്നിവയെല്ലാമാണ് കമ്മീഷനുകളുടെ ചുമതല. കേരളത്തിലും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മറ്റു വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനും നിലവിലുണ്ട്. 1993-ൽ സ്ഥാപിച്ച ഈ കമ്മീഷന് 2018-ൽ ഭരണഘടനാ പദവി ലഭിച്ചു. പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പരിശോധിച്ച് സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകുക, അവർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യുക എന്നിവയെല്ലാമാണ് ഈ കമ്മീഷന്റെ ചുമതല. ഇനി നമ്മൾ സർക്കാർ ജോലികളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കൂട്ടുകാർക്കറിയാമോ? അതെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള നിയമനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണിത്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സിവിൽ സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSCയാണ്. പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ഏറ്റവും യോഗ്യരായവരെ കണ്ടെത്തുകയാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. ഇതുപോലെ സംസ്ഥാന സർക്കാർ സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളാണ്. നമ്മുടെ കേരളത്തിൽ KPSC. അവസാനമായി നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സ്ഥാപനമുണ്ട്. അതാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. 2007 മാർച്ച് 5-നാണ് ഇത് നിലവിൽ വന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി എന്നിവയെല്ലാം കമ്മീഷന്റെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഒരുപാട് സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ബാലാവകാശ കമ്മീഷൻ വരെ. ഈ സ്ഥാപനങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാക്കി തീർക്കുന്നു. ഓരോ പൗരനും ഭയമില്ലാതെ രാഷ്ട്രീയ അവകാശങ്ങൾ വിനിയോഗിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുമ്പോൾ മറ്റു കമ്മീഷനുകൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ സാമൂഹികവും സാമ്പത്തികവുമായ മേഖലകളിലേക്ക് കൂടി ജനാധിപത്യം വ്യാപിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-606-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.